സഹോദരിയാണ് ചോദിക്കുന്നത്. ഈ സഹോദരി അവരുടെ ജ്യേഷ്ഠതയ്ക്ക് വേണ്ടിയാണ് ഈ ചോദ്യങ്ങൾ ഒക്കെ അയക്കുന്നത്. ഇവർ ഒരു മകനും മകളുമാണ് ആ ജ്യേഷ്ഠത്തിക്ക് ഉള്ളത്. മകൻ്റെ വിവാഹശേഷം പ്രശ്നങ്ങളൊന്നും തുടക്കത്തിലുണ്ടായിരുന്നില്ല. പക്ഷേ മകൻ പിന്നീട് വിദേശത്തേക്ക് പോയതിന് ശേഷം മകളുടെയും വിവാഹം കഴിഞ്ഞു. ഇവരുടെ ഭർത്താവ്, ഈ ഉമ്മയുടെ ഭർത്താവ്, ഇവരുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ് പിന്നെ നാട്ടിലേക്ക് സ്ഥിരതാമസമൊക്കെ ആക്കി, പ്രവാസിയായിരുന്നു, നാട്ടിലേക്ക് സ്ഥിരതാമസമാക്കിയതിന് ശേഷം ഈ മകൾ വലിയ സ്വഭാവദൂഷ്യമുള്ള ഒരാളാണ്, വലിയ വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ട്. ഇവരുടെ ഭർത്താവ് മരണപ്പെട്ടു. അതിനുശേഷം ജീവനു തുല്യം ഭർത്താവിനെ സ്നേഹിച്ച എൻ്റെ സഹോദരിക്ക് ആ വേർപാട് ജീവിതത്തിലെ ഏറ്റവും വലിയ വേദനയായി മാറി. അത് സഹിച്ചു നീറുന്ന മനസ്സുമായി കഴിയുമ്പോൾ മരുമകൾ വല്ലാത്ത അവഗണനയാണ്. അവൾ മുകളിലെ മുറിയിൽ കഴിയാണ്, താഴെ മുറിയിൽ ഈ ഇവരുടെ ജ്യേഷ്ഠത്തി ഒറ്റക്കാണ്. അവർക്ക് സ്വന്തം വേണ്ട ഭക്ഷണം മാത്രം മരുമകൾ ഉണ്ടാക്കും. ഉമ്മാനെ ഒരു കാര്യത്തിലും സഹായിക്കുന്നില്ല. ഇഷ്ടമുള്ളപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തു പോകും, ഇഷ്ടമുള്ളപ്പോൾ കയറി വരും, ചിലപ്പോൾ ഒറ്റക്കാക്കിയിട്ട് പോകും. ഈ മകൾ വരുന്ന ദിവസം അവരോട് പറയൊന്നും ചെയ്യാതെ തന്നെ നേരത്തെ അറിഞ്ഞാൽ നേരത്തെ പോകും. പിന്നെ ഒരു തിരിച്ചു പോയാൽ മാത്രമേ വരുള്ളൂ. ഉച്ചത്തിൽ സംസാരിക്കുന്നു, വയലൻ്റ് ആകുന്നു. ഇവരുടെ കുടുംബം മൊത്തം സ്നേഹത്തിലും സമാധാനത്തിലും സന്തോഷത്തോടുകൂടി കഴിയുന്ന ആളുകളായതുകൊണ്ട് ഈ വന്ന ഒരാളെ കൊണ്ടാണ് കുടുംബത്തിൽ മനസ്സമാധാനം നഷ്ടപ്പെട്ടത് എന്നാണ്. ഈ മകനെക്കുറിച്ച് ഇതിൽ പരാതികളൊന്നുമില്ല, ഓനെക്കുറിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, ഓന് പ്രയാസങ്ങളും സംഗതികളൊക്കെ ഉണ്ട്. പിന്നെ ഇത് പറയണമെന്ന് പലവണ ആഗ്രഹിച്ചതാണ്, നേരിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചതാണ്. അതിനുള്ള സമയവും സൗകര്യമൊക്കെ കിട്ടുമെന്ന് പേടിച്ച് അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ പ്രയാസമുള്ളത് എന്നാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം, ഇപ്പോൾ ഇതിനെ പറഞ്ഞാൽ തന്നെ അവരെ കൊണ്ടുവന്ന് സംസാരിപ്പിക്കലൊന്നും പ്രാക്ടിക്കലല്ല, ഇതെങ്ങനെ ഉൾക്കൊള്ളുന്നൊന്നും അറിയില്ല എന്നുള്ളതാണ്. ഈ എൻ്റെ സഹോദരിക്കൊരു പരിഹാരം പറഞ്ഞു കൊടുക്കണേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഇവിടെ എന്താന്ന് വിചാരിച്ചാൽ, പിന്നെ ഈ മരുമകളെ മാറ്റി നിർത്താൻ ഈ ഉമ്മക്ക് സാധ്യമല്ല എന്നൊരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ ഇവരുടെ ജ്യേഷ്ഠത്തിയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവില്ല, മരണപ്പെട്ടു പോയി. പിന്നെ സംരക്ഷകനായിട്ടുള്ളത് ഒരു മകളുണ്ട്, അവള് വിവാഹം കഴിച്ചു പോയി. അവൾക്ക് സ്ഥിരമായി വന്ന് നോക്കാൻ പറ്റുന്ന സാഹചര്യം ഇല്ല എന്ന് മനസ്സിലാവുന്നു. പിന്നെ ഉള്ളത് ആരാണ്? ഈ മകനും മരുമകളും മാത്രമാണ്. മകനാണെങ്കിൽ നാട്ടിലില്ലെന്നാണ് മനസ്സിലാവുന്നത്, അല്ലേ? അപ്പോ ഈ മരുമകളും ഇവരും ഒറ്റയ്ക്കാണുള്ളത്. അപ്പൊ ഈ മരുമകളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഞാൻ എന്ത് ചെയ്താലും, നമ്മളിതിന്ന് വായിക്കുന്ന കാര്യമാണ്, ഞാൻ എന്ത് ചെയ്താലും എന്താണ്, എന്നെ ഒന്നും ചെയ്യാൻ ഇവർക്ക് സാധ്യമല്ല എന്ന ഒരവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നമ്മുടെ ചെങ്കോൽ അധികാരങ്ങളും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ മകനെ വെച്ചിട്ട് പലപ്പോഴും നിന്നെ തൊലാക്കിയും നിന്നെ പിന്നെ തിരിച്ചു കൊണ്ടുപോകില്ല, നീ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും എന്നൊക്കെയുള്ള ഡയലോഗുകൾ മുമ്പൊക്കെ പറയാറുള്ളത് എപ്പോഴാണ്? അവർ അധികാരത്തിൽ ഇരിക്കുന്ന സന്ദർഭത്തിലാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇവരങ്ങനെയൊന്നും ചെയ്താൽ എന്നല്ലേ പറയണത്. പലപ്പോഴും അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഇവർക്ക് ആ നിയന്ത്രണത്തിൽ നിൽക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ്, പൂർണ്ണമായും മരുമകളെ ഡിപ്പെൻഡ് ചെയ്ത് ആശ്രയിച്ച് മാത്രമേ ഈ സഹോദരിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഭർത്താവിന് ഇതല്ലെങ്കിൽ എന്തൊരു പ്രശ്നമില്ല, ഇവളെന്ത് ചെയ്താൽ മതി, ഇവളിപ്പോൾ അവിടെ നിർത്തേണ്ട അനിവാര്യത ഒന്നുമില്ലല്ലോ. നീ അവളെ കൊണ്ടേക്കോ, ഞങ്ങൾക്ക് അവളെ ഇവിടെ നിർത്തൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് തൽക്കാലം അവൻ്റെ കൂടെ നിങ്ങൾ സ്വന്തമായിട്ട് എവിടെ പോയി ജീവിച്ചോളൂ, ഒരു പ്രശ്നവും നമുക്കില്ല. കാരണം അമ്മായിമാർ പീഡിപ്പിക്കപ്പെടുമ്പോൾ അവർക്ക് എളുപ്പമാണ് അതിന്. മരുമക്കളെ പീഡിപ്പിക്കുകയാണെങ്കിൽ ഇവിടെ എവിടെയും കൊണ്ടുപോയിക്കോ, ഞങ്ങൾ നിങ്ങളൊക്കെ ജീവിതത്തിൽ ഇടപെടുന്നതല്ല, നിങ്ങൾ വളരെ സമാധാനമായിട്ട് ഒരു ക്വാർട്ടേഴ്സ് എടുത്ത് താമസിച്ചോളി, ഞങ്ങളിവിടെ താമസിച്ചോളാം എന്നാ എപ്പോഴേ പറയാൻ പറ്റുള്ളൂ. നമുക്കതിനുള്ള ആരോഗ്യവും ഭർത്താവും ഒക്കെ കൂടെ ഉണ്ടെങ്കിൽ പറ്റും. അപ്പം എന്ത് ചെയ്യാൻ പറ്റില്ല, ആർക്കും നമ്മളെ വീട്ടിൽ നമ്മളെ പീഡിപ്പിക്കാൻ പറ്റും. അവരൊക്കെ നമ്മളെ വീട്ടിൽ കൊണ്ടുനടക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയാൻ പറ്റും. ഇവിടെ അതിന് പറ്റൂല. ഇപ്പോൾ ഇവനോട് ഇവളെ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ഒറ്റപ്പെട്ടു പോകും. അപ്പോൾ അവരവിടെ നിർബന്ധിതരാണ്. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, അമ്മായിമ്മ മരുമകളെയാണെങ്കിലും മരുമകൾ അമ്മായിമ്മയാണെങ്കിലും നമുക്ക് അധികാരവും നമുക്ക് കഴിവും സ്വാധീനം ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരെ നമ്മൾ കഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ മേലിൽ എന്ത് അധികാരവും ചെലുത്താൻ പറ്റിയൊരു പടച്ചോൻ മേലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. നമ്മൾ ചെയ്യുന്ന എന്ത് അക്രമങ്ങൾക്കും അതിന് പകരം ഉണ്ടാവും. പ്രത്യേകിച്ച് മർദ്ദിക്കപ്പെടുന്ന ആളുകളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇത്തക്ക് ദാവത്തിൽ മുതലും എന്നല്ലേ, അത് പേടിക്കേണ്ട കാര്യങ്ങളാണ്.
അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രത്യേകിച്ചും ഭർത്താവിൻ്റെ ഉമ്മനെ എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ശരിയാണെങ്കിൽ വളരെ ക്രൂരമായ നടപടിക്രമങ്ങളാണ്. വീട്ടിൻ്റെ ഉള്ളിൽ സഹകരണങ്ങളില്ലാതെ അവനവൻ്റെ കാര്യം മാത്രം ചെയ്ത് ഈ വയസ്സായ ഉമ്മനെ പരിഗണിക്കാതെ അവരൊറ്റപ്പെട്ട് ഈ രണ്ടാളും വർത്താനമൊക്കെ പറഞ്ഞ് സന്തോഷിച്ച് ജീവിച്ചു പോകേണ്ട രണ്ട് ആൾക്കാരുള്ളൂ. അങ്ങനത്തെ സമയത്ത് എന്ത് ചെയ്യാണ് ഇത്തരത്തിലുള്ള പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റിയ ഒരു കാര്യമല്ല. പിന്നെ എങ്ങനെ ഇതൊക്കെ ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ നമ്മൾ സാധാരണ പറയാറുള്ളതാണ് ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ എന്ന് പറയലോ. ആ മരുമകളോടൊന്ന് ഒരു നല്ല അവരിങ്ങോട്ട് ചെയ്യണ ആ ഒരു ദോഷവശങ്ങളെ തൽക്കാലം മനസ്സിൽ നിന്ന് അങ്ങോട്ട് മറന്നിട്ട് അവർ നല്ലൊരു കുട്ടിയാണ് എന്ന നിലയ്ക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടേക്ക് നല്ല സ്നേഹവാക്കുകളും സംസാരങ്ങളും ഒക്കെ ആയി പെരുമാറുമ്പോൾ സ്വാഭാവികമായ ഒരു ഹൃദയബന്ധമുണ്ടായി, ഒരു സ്നേഹബന്ധമുണ്ടായി, ആ ശത്രുതയൊക്കെ ഇല്ലാതെയായി അവരെന്ത് ചെയ്യാണ് ഒരു അനുനയത്തിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ കുറേയൊക്കെ എന്താ വെച്ചാൽ ഗൾഫിലാണെങ്കിലും ഇവരെ മകനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളിൽ ഇടപെടാനും ചില പരിഹാരങ്ങൾ ഉണ്ടാക്കാനും അവൻ വിചാരിച്ചാൽ എന്ത് ചെയ്യും സാധിക്കുമെന്നാണ് മനസ്സിലാവുന്നത്. ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ദൂരെ നിന്ന് പറയാൻ പറ്റുന്ന പരിഹാരങ്ങൾ. ഈ സഹോദരി ജ്യേഷ്ഠത്തി വലിയ പ്രയാസം കുറെ കാലം സഹിച്ചിട്ട് ആരോടും പറഞ്ഞിട്ടില്ല. അതൊരു പരദൂഷണമാവുമല്ലോ എന്നൊക്കെ പേടിച്ചിട്ടാണ് പറയാതിരുന്നത്. ഇത് പ്രയാസം സഹികെട്ടപ്പോഴാണ് ഇവരും അവരുടെ ഉമ്മയും ഒക്കെ ആയിട്ട് വീട്ടിൽ വന്ന സമയത്ത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് ഈ സഹോദരിയോട് പറഞ്ഞുകൊണ്ടാണ് ഇതിലൊക്കെ ചോദ്യങ്ങൾ അയച്ചത് എന്നാണ്.